രാഹുലെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഒരു ഫീച്ചറുണ്ട്. അത് മറ്റ് ചില ഉദ്ദേശങ്ങളോടെയാണ് ഇൻസ്റ്റാഗ്രാം ആ ഫീച്ചർ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. പക്ഷേ അത് പലപ്പോഴായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത്? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിന് മനസ്സിലായി കാണുമല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന്. മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എത്ര പ്രായക്കാർ, അത് പരിധി ഉണ്ടോ? ഇല്ല, പരിധിയില്ല. അപ്പോൾ ഒരു 18 വയസ്സിന് താഴെ ഉള്ളവർക്ക് സിനിമാ തിയേറ്ററിൽ പടങ്ങൾ, അതായത് ബ്ലൂ ഫിലിംസ് ഒന്നും കാണാനുള്ള നിയമം നമ്മൾ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതാ ഏജ് കാറ്റഗറി ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഈ എല്ലാ കാറ്റഗറിയിലുള്ള, എല്ലാ ഏജ് കാറ്റഗറിയിലുമുള്ള ആൾക്കാരുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നഗ്നതാ പ്രദർശനം നല്ലതാണോ? അത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വരത്തില്ല. ആ ഏജ് കൊടുത്ത് അവർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ കറക്റ്റ് ഏജിലുള്ള ആൾക്കാരാണോ അത് യൂസ് ചെയ്യുന്നത്? അല്ല, ഇപ്പോൾ ഞാൻ പറയട്ടെ, 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും ഇപ്പോൾ 10, 11, 12, 18 വയസ്സുള്ള താഴെയുള്ള എല്ലാവർക്കും ഉണ്ട്. ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാണ് ഇത് കൊടുക്കുന്നത്? അത് ആരാണ് ചെയ്യുന്നത്? അതാരാ ചെയ്യുന്നത്? അവരുടെ രക്ഷാർത്ഥകളല്ലേ. അപ്പൊ അവരല്ലേ തെറ്റുകാർ? അവര് തെറ്റുകാരാണ്. അവർ തെറ്റുകാർ. ഇപ്പോ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കുള്ളതാണോ ഇൻസ്റ്റാഗ്രാം? അല്ലെന്ന് പറഞ്ഞ് ഉപയോഗിക്കാതിരിക്കുമോ അവർ? അതാ ഞാൻ ചോദിക്കുന്നത്. ആരാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോ 2 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 10 വയസ്സുള്ള ഒരു കുട്ടി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഫോൺ വേണം. ആ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന ആരാണ്? മാതാപിതാക്കളോ? 10 വയസ്സുള്ള കുട്ടിക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ എന്തിനാ കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാലഘട്ടം മാറിക്കഴിഞ്ഞു. എന്ത് കാലഘട്ടം മാറി എന്നാണ് രാഹുൽ ഇപ്പൊ എന്താ ചെയ്യുന്നത് അറിയാമോ? ഞാൻ ചോദിക്കുന്നതിന് മറുചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, കൃത്യമായിട്ടുള്ള മറുപടി പറയണം. എന്ത് കാലഘട്ടം മാറി, എങ്ങനെ മാറി, ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ശരി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടമാണ്. ഇപ്പോ ഓരോ സമയത്തും ഓരോ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ 10 വയസ്സുള്ള കുട്ടി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ വരുന്നത് ഇപ്പോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? 10 വയസ്സുള്ള, ഞാൻ പറയുന്നു 10 വയസ്സുള്ള കുട്ടി വരെ റീല് ചെയ്യുന്ന, ഹാഫ് ന്യൂഡായിട്ടുള്ള റീലുകൾ ചെയ്യുന്നുണ്ട്. റീച്ചിന് വേണ്ടിയിട്ട് അതായത് ആ തരത്തിലുള്ള വേഷം ഇട്ടുകൊണ്ടുള്ള റീലുകൾ ചെയ്യുന്നുണ്ട്. ആരെ കണ്ടാണ് പിടിക്കുന്നത്? ഇത് ആരാണ് തടയേണ്ടത്? ആരെ തടയണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നേ. ഞാനിപ്പോ വന്ന വിഷയം ഏതാ? സബ്സ്ക്രിപ്ഷൻ. ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവരൊക്കെ 10 വയസ്സും അല്ലെങ്കിൽ 8 വയസ്സുള്ള ആളുകളാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആളുകൾ കൂടുതലും 18 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത്, അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ട് നിർത്തി തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോ രഞ്ജിത്ത് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പെൺകുട്ടികളാണ് കൂടുതലും സബ്സ്ക്രിപ്ഷൻ ഫീച്ചറുകൾ ഉപയോഗിക്കുന്നത്. അവര് പുതിയ പുതിയ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ ഇടുന്നു. ആ പ്ലാനുകൾ ഇവിടുത്തെ കേരളത്തിലെ യുവാക്കൾ അത് വാങ്ങിക്കുന്നു. അവർ അതിലൂടെ കോടികൾ സമ്പാദിക്കുന്നു. ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് പണ്ട് നമ്മൾ എല്ലുമുറിയെ പണിയെടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മാറിയതിനനുസരിച്ച് നമുക്ക് തുണിയില്ലാതൊന്നും ചർച്ച ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ തുണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചർച്ചകൾ നമുക്ക് ചെയ്യാം, അതില് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ നഗ്നതാ പ്രദർശനം എന്ന് പറയുന്നത് കേസ് വരുന്നൊരു കാര്യമായതുകൊണ്ടാണ് ഒരു വിഷയം വരുന്നത്. ഇപ്പോ അത് നഗ്നതാ പ്രദർശനമാണ്. ഇപ്പോൾ അങ്ങനെയുള്ള നഗ്നതാ പ്രദർശനങ്ങൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിലൂടെ നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പോലീസ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തുന്ന കാര്യമാണ്. അല്ല, അതിപ്പോ നമുക്ക് അങ്ങനെ നിർത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരെ നിർത്തിക്കും? അവിടെയാണ് നമ്മൾ ഇത് കണ്ട് ആസ്വദിക്കുന്നു. ആസ്വദിക്കുന്നു എന്നുള്ളതല്ല, പിന്നെ എന്തുകൊണ്ടാണ് നിർത്താൻ കഴിയാത്തത്? ഇപ്പൊ അങ്ങനെ ഒരാൾ സബ്സ്ക്രിപ്ഷൻ ഫ്യൂച്ചറിലൂടെ വന്ന് നഗ്നതാ പ്രദർശനം നടത്തിയിട്ട് പോകുന്നെങ്കിൽ കേസ് കൊടുക്കാം. നമ്മളിപ്പോ എങ്ങനെ കേസ് കൊടുക്കുന്നത്? അതായത് അവരൊരു രഞ്ജിത്തിനെ സംബന്ധിച്ച് രഞ്ജിത്തിൽ അതിൽ വിമർശനമുണ്ടെങ്കിൽ രഞ്ജിത്തിന് അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാം. ഇതിപ്പോ കേസ് കൊടുക്കാനൊന്നും ആരും പോകാത്തതുകൊണ്ടില്ല. ഇന്ന് ഉപയോഗിക്കുന്ന പല സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെസ്റ്റ് ഉപയോഗിച്ച് ആളുകളെ പറ്റിക്കുകയാണ്. ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു മോശം കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് അയാൾക്ക് ഒരാളോട് ലെസ്റ്റ് തോന്നിയെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ റിപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അത് ജനറ്റിക്കലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ലെസ്റ്റ് എന്ന് പറയുന്ന വേറൊരു കാര്യം ചോദിക്കട്ടെ. ഫോൺ, അതായത് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന പല ആൾക്കാരല്ലോ, അപ്പൊ അങ്ങനെയുള്ള അക്കൗണ്ടുകൾക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അതിനകത്ത് വരുന്നത്, അതായത് സബ്സ്ക്രിപ്ഷനിലോട്ട് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള റീലുകളും കാര്യങ്ങളൊക്കെ ഇവരിടാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലെസ്റ്റ് എന്ന് പറഞ്ഞ മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇതിലും കൂടുതൽ കാണാനുള്ള തോന്നലുണ്ടാവും. അങ്ങനെയുള്ള പോൺ സൈറ്റുകളിൽ എത്തിപ്പെടുകയും പോൺ വീഡിയോസ് കാണാനും തുടങ്ങും.
ഇതിനകത്ത് അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയും, അവരുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ ഡ്രഗ് എങ്ങനെ അഡിക്ഷൻ ഉണ്ടാക്കുന്നു അത് തന്നെയാണ് പോൺ അഡിക്ഷനും ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ കാര്യം പോൺ അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പോൺ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ കാണുന്ന മാറ്റങ്ങൾ, അതായത് ഇപ്പം ഏതൊരു സ്ത്രീയെ കണ്ടാലും അത്തരത്തിലുള്ള തോന്നലുണ്ടാവും. അതൊരു മാനസിക രോഗമാണ്. ലെസ്റ്റും മാനസിക രോഗവും രണ്ടാണ്. അപ്പോ ഇതെന്താ സംഭവം അറിയാമോ? ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. ലെസ്റ്റും മാനസിക രോഗവും രണ്ടാണെന്ന് നമ്മൾ നമുക്ക് എല്ലാവർക്കും ലിസ്റ്റ് ഉണ്ട്, സമ്മതിച്ചു. അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതല്ല. അതെ, അത് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ആളുകളെയാണ് നമ്മൾ മാനസിക രോഗികൾ എന്ന് വിളിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് നമുക്ക് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ഫീച്ചർ വെച്ചു, അതുപോലെ ഇപ്പൊ മിക്ക പെൺകുട്ടികളും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് മാതൃകാപരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക്. ശരി, ഒരു പെൺകുട്ടി ഇത്തരത്തിൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരാണ്? ആണുങ്ങളായിരിക്കും, ആൺകുട്ടികൾ തന്നെയല്ലേ? അപ്പോൾ ആൺകുട്ടികൾ എല്ലാവരും ഇത്തരത്തിലുള്ള കാണുന്നവരെല്ലാം മാനസിക രോഗികളാണ് എന്ന് പറയാൻ കഴിയുമോ? പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പോ ശരി, അങ്ങനെയാണെങ്കിൽ പോൺ വീഡിയോസ് കാണുന്നവരെല്ലാം മാനസിക രോഗികളാണോ? പറയാതിരിക്കാൻ പറ്റുമോ? മാനസിക രോഗികളാണോ? രഞ്ജിത്ത് കണ്ടിട്ടുണ്ട്. അപ്പോ രഞ്ജിത്ത് മാനസിക രോഗിയാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയും. അഡിക്റ്റാ എന്ന് നമ്മളിപ്പോ പേഴ്സണൽ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനും രാഹുലും ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അഡിക്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ, നമ്മൾ കാണുന്നതിന്റെ തോത് എങ്ങനെയാണ്, ഇതൊക്കെ അനുസരിച്ച് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് വിഷയം. ഇത് നമ്മൾ അഡോളസെന്റ് പീരീഡ് ആകുന്ന സമയത്ത് എല്ലാവർക്കും ഇതെന്താണ് എന്ന് അറിയാനുള്ള തോന്നലുണ്ടാക്കും. അങ്ങനെ നമുക്കിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരളത്തെ സംബന്ധിച്ചല്ല, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് കേരളത്തിൽ കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൺകുട്ടികളിൽ നിന്നും സബ്സ്ക്രിപ്ഷൻ പണമായിട്ട് ഈടാക്കാൻ കഴിയുന്ന നല്ലൊരു രീതിയിൽ ആളുകൾ കാണുന്നുണ്ടല്ലേ അത്തരത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു ഉദ്ദേശമാണെന്നാണ് രാഹുൽ പറയുന്നത്. നല്ലൊരു ഉദ്ദേശമല്ല. അപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കാൻ പണ്ട് കാലം തൊട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മുടെ കയ്യിലല്ല. ഇപ്പോൾ എൻ്റെയോ രഞ്ജിത്തിൻ്റെയോ കയ്യിലല്ല ഈ കാര്യങ്ങളൊന്നും ഇരിക്കുന്നത്. ഇത് അവനവൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഇന്ന് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ എടുക്കുന്നത് ഇത് യൂട്യൂബിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബിൽ നിന്നൊരു വരുന്ന ഒരു വരുമാനം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വ്യത്യസ്ത കണ്ടന്റുകൾ, ആളുകൾ ഇൻട്രസ്റ്റിംഗ് ഉള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന ചാനലുകളുണ്ട്. ആ ചാനലുകൾ അതിൽ പ്രൈവറ്റ് വീഡിയോസ് ഇടാറുണ്ട്. ആ പ്രൈവറ്റ് വീഡിയോസ് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. രാഹുൽ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു നീതീകരണം ഇതിന് സാധ്യമല്ല. നീതീകരണമാണ് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ സബ്സ്ക്രിപ്ഷൻ വേണമെങ്കിൽ എടുത്താൽ മതി. ഓരോരുത്തരോട് ആരാധന കാണും. ഈ ആരാധനയാണ് പലപ്പോഴും സബ്സ്ക്രിപ്ഷൻ വഴി ഒരുപാട് സ്കാമിങ് നടക്കുന്നുണ്ട്. ഇതിലേക്ക് ചെന്നുപെടുന്നത് എന്തിനാണ്? അവർക്കത് ആവശ്യമുണ്ടായത് കൊണ്ടാണ് അവർ അതിലേക്ക് ചെന്ന് ചാടുന്നത്. ഇപ്പൊ ഞാൻ ഇതൊരു ആരുടെയും സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പോയിട്ടില്ലല്ലോ, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് രാഹുൽ പറഞ്ഞിരുന്നത് എന്തറിയോ, ഒരു പട്ടിക്ക് പേ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം വീട്ടിനകത്ത് പൂട്ടി കിട്ടിയിരുന്നോണം, ആ പട്ടി സ്വതന്ത്രമായിട്ട് നടക്കണം. നേരെ തിരിച്ച് ഞാൻ പറയുന്നത് എന്തറിയോ, പട്ടിയെ പിടിച്ച് കെട്ടണം എന്നുള്ളത്. ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്ന എല്ലാവരോടും നാളെ തൊട്ട് ചെന്നിട്ട് പറയാം, നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യരുത്, അവിടെ നടക്കുന്നത് ഇത്രമേ ഉള്ളൂ. നഗ്നതാ പ്രദർശനം മാക്സിമം ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാനുള്ള മെറിറ്റ് ഉണ്ട്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളെ നഗ്നത പ്രദർശിപ്പിച്ചു, കേസ് കൊടുക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ഞാനിത് കേസ് കൊടുക്കുന്നു, ഞാൻ പറയട്ടെ, രാഹുലെ ഇത് കേസ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിന് സബ്സ്ക്രിപ്ഷൻ അത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ അവർ ആ കാണിക്കുന്നത് അതെന്താ, ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയം ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത് എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അതിടാൻ വേണ്ടിയിട്ട്, അത് ചിലപ്പോൾ പഠിക്കുന്ന വിഷയങ്ങളിലായിരിക്കാം, അത് നിങ്ങളുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിലാണെങ്കിലും ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ മോഡലിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ അത്തരത്തിലുള്ള ഇത് ചെയ്യുന്ന ആളുകൾ കൂടുതലും കുറച്ച് എക്സ്പോസീവ് ആയിട്ടുള്ള ചില വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. പണ്ട് ഇല്ലേ ട്രെയിനിന്റെ ടോയ്ലറ്റുകളിലും നമ്മൾ മറ്റേ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഓരോ വാചകങ്ങളൊക്കെ എഴുതി വെക്കൂല്ലേ, നമ്പറും കാര്യങ്ങളൊക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇത് ആ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നോണ്ട് വരുന്ന വിഷയം മാത്രമാണ്. അവിടെ അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് രാഹുൽ മനസ്സിലാവാഞ്ഞിട്ടാ. അതായത് അവിടെ അന്ന് എഴുതിയ പലരും ഇന്ന് അവിടെ എഴുതാതെ അതൊക്കെ തന്നെ അവിടെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്യുക. ശരി, അങ്ങനെ എല്ലാവരും വന്ന് പോസ്റ്റ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടല്ലേ ഇവര് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ ബിക്കിനിട്ട് ഫോട്ടോ ഷൂട്ട് നടത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് നേരത്തെ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും അടിയിൽ വന്നിട്ട് വളരെ മോശമായിട്ട് കമന്റ് ഇടുന്ന ആളുകളും അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, ഇവരൊക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ആവശ്യക്കാർ വന്ന് കണ്ടാൽ മതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ സബ്സ്ക്രിപ്ഷനിൽ വരുന്ന ഇത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളും മാത്രമല്ല, ഇവരോട്ടുള്ള പേഴ്സണൽ ചാറ്റിങ് കാര്യങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ സബ്സ്ക്രിപ്ഷൻ പോലെ പരിപാടികളുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റീലുകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ശരി, നഗ്നതാ പ്രദർശനം പൂർണ്ണമായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ നടത്തുന്ന ആൾക്കാരുണ്ട്, അറിയാം. പൂർണ്ണമായിട്ടും നടത്തുന്നുണ്ട്. അത് ജസ്റ്റ് സെക്കൻഡ് മാത്രമായിട്ട് നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ കേസ് കൊടുക്കാം നമുക്ക് ആ അക്കൗണ്ടിനെതിരെ. ഇപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ മെറ്റയുടെ പുതിയ ഫ്യൂച്ചറുകൾ അനുസരിച്ച് അത്തരത്തിലുള്ള കണ്ടന്റുകളെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ചാനൽ അടിച്ചു. ഒരു കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത് കേസ് കൊടുക്കുന്ന കാര്യം മാത്രമല്ല, മെറ്റയിൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരില് അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് എന്ത് ദോഷമാണ് ഇതാ. പിന്നെ എന്തിനാ നമ്മൾ കേസ് കൊടുക്കുന്നത്? കേസ് കൊടുക്കുമ്പോൾ നടപടി എന്ത്? ദോഷകരമല്ലാത്തൊരു സംഭവത്തിൽ എന്തിന് കേസ് എടുക്കണം? രഞ്ജിത്തിന് അത് റിപ്പോർട്ട് ചെയ്യാം. ഇതിന് മറുപടി പറയാം. ദോഷകരമല്ലാത്തൊരു സാധനത്തിന് എന്തിന്, അല്ല ദോഷകരമല്ലാത്തൊരു സന്ദർഭം, അതിനെന്തിന് പോലീസ് കേസ് എടുക്കുന്നത്? അതായത് രഞ്ജിത്തെ, ഇപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട്. പോലീസിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ആരെങ്കിലും നഗ്നത വീഡിയോ ഇട്ടിട്ടുണ്ടോ, ആരെങ്കിലും നഗ്നത വീഡിയോ ഇട്ടിട്ടുണ്ടോ, അങ്ങനെ പോകുന്നതല്ല. അതിനകത്ത് കൃത്യമായിട്ട് ഓപ്ഷൻ ഉണ്ട്, റിപ്പോർട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ. അതിനകത്ത് തന്നെ ന്യൂഡിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അത് കാണുന്ന ഓരോ ഏജ് കാറ്റഗറിയാണ്. ഇപ്പോൾ രഞ്ജിത്തിന് അത് ഇഷ്ടപ്പെടില്ല. രഞ്ജിത്ത് ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, രഞ്ജിത്തിന് ഇഷ്ടമല്ല ഈ ഇത്തരത്തിൽ പെൺകുട്ടികൾ ലെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ വെച്ച് പണം വാങ്ങിക്കുന്നത്. ഞങ്ങൾ ആണുങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ലല്ലോ, ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരാണുങ്ങൾ പോലും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലോ. ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ മാത്രമാണ്. ആണുങ്ങൾക്ക് പണം കണ്ടെത്താൻ ഒരു വഴിയില്ല, പെൺകുട്ടികൾക്ക് ഒരു ഇത് നേരത്തെ ജഡ്ജ് ചെയ്തിട്ട് പറയാ രഞ്ജിത്ത് അതുകൊണ്ടല്ല. അല്ലെങ്കിൽ ഈ വിഷയം ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കാരണം കൊച്ചു കുട്ടികൾ മുതലേ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ശരി, അവിടെയാണ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ രഞ്ജിത്ത് ആസ്വദിച്ചു പോകുന്നതിന് പകരം അവിടെ കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ അത് പൂട്ടിപ്പോത്തില്ലേ? ഞാൻ പറയട്ടെ, ഇതുകൊണ്ടുള്ള ദോഷങ്ങള്, ഇത് ആസ്വദിച്ചിട്ട് ഇത് മോശമാണ് എന്ന് പറയുന്നത് രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്നത് എന്താണെങ്കിലും മനസ്സിലാക്കിയ ശേഷം ഇത് മോശമാണ്, ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം എന്താ, കുട്ടികൾ ഇത് കണ്ട് വളരുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള അവരുടെ വൈകൃതങ്ങൾ, കുട്ടികളിലുണ്ടോ ക്യാരക്ടർ വൈകൃത ബിഹേവ് ഇപ്പോൾ തന്നെ കുറേ കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം മൂലം ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഇതിനൊരു കാരണമാണ്. സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പോട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരു കാലഘട്ടമുണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് ശേഷവും ഒരു കാലഘട്ടമുണ്ട്. കാലഘട്ടങ്ങൾ മാറി വരും. ഇന്ന് ക്യാരക്ടർ ചേഞ്ചുകൾ, ഇന്ന് നമ്മളിൽ പോലും ഉണ്ടായിട്ടുള്ള പല ക്യാരക്ടർ ചേഞ്ചുകൾക്കും പിന്നിൽ സോഷ്യൽ മീഡിയ തന്നെയാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെ കണ്ട് നമുക്ക് അടച്ചാക്ഷേപിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് ആരുപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ പ്രതിനിധീകരിച്ചിരിക്കും ഈ മാറ്റങ്ങളൊക്കെ.